അപ്പൊ നമ്മുടെ ഫ്രഷ്ടുവും മാത്യുജി, അപ്പൊ എങ്ങനെയായിരിക്കും ഇനി പുതിയ വികസനം? പുതിയ വികസനം, കമ്പനിയുടെ വികസനം, ഒപ്പം കുടുംബത്തിന്റെ വികസനം, അങ്ങനെ മുന്നോട്ട് പോകും. ഒരു ബിസിനസ്സുകാരി എന്നുള്ളതല്ലേ ഭാര്യ എങ്ങനെ വിലയിരുത്തുന്നു? മിടുക്കിയ. അവള് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. താങ്കൾ എന്തൊക്കെയാ ബിസിനസ് ചെയ്യുന്നത്? എനിക്ക് ഒരു ഹോസ്റ്റലുണ്ട്, ലേഡീസ് ഹോസ്റ്റലുണ്ട്, ഇൻഫോ ഹോസ്റ്റലുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ പൈസ വാങ്ങി ചെയ്താണോ? അല്ലല്ലോ. അല്ല, ആദ്യം ഒരെണ്ണം ഇട്ട് തന്ന്, ആദ്യം ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തു. ഈ ഭർത്താക്കന്മാർക്ക് ഒരു വികാരമുണ്ട്, ഞാൻ അവർക്ക് അതൊക്കെ ഇട്ട് കൊടുത്തു, ഒരു വലിയ കാര്യം ചെയ്തു. ഇല്ല, അങ്ങനെ തള്ളൊക്കെ പറയും, അതൊക്കെ നമ്മളൊരു മണ്ടത്തരായിട്ട് തള്ളൊക്കെ പറയും. പിന്നെ പല തള്ളും പറയും ഞാൻ നല്ലോണം ഭക്ഷണം. നമുക്ക് ഏറ്റവും നമ്മൾ ചിരിച്ചുപോയ തള്ളലേതായിരുന്നു? അത് എനിക്ക് നല്ലോണം കുക്ക് ചെയ്യാൻ അറിയാന്ന് പറഞ്ഞതാണ് പറഞ്ഞു. അപ്പൊ പണ്ട് എപ്പോഴും അമ്മച്ചി ആശുപത്രി പോയപ്പോഴത്തേക്ക് ഇളയ പിള്ളേര് കൊച്ചുങ്ങളായിരുന്നു, അവർക്ക് എപ്പോഴും പുട്ടുണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ വിശപ്പ് കൊണ്ട് വാരി തിന്നിട്ടുണ്ട് അവര്. അതിന് ഇപ്പോഴും പറയും ഞാൻ നല്ല സൂപ്പറായിട്ട് പുട്ടുണ്ടാക്കിയിട്ട്. ഒരു കാലത്ത് അതിന് എത്രയോ പ്രാവശ്യം നമ്മൾ എന്തോരം മണിപ്പുട്ട് ഉണ്ടാക്കി. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇദ്ദേഹത്തിന് അത്യാവശ്യം കൂടുതൽ തള്ളാൻ അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ ഈ ബിസിനസ് തള്ളാൻ അറിയാത്ത ഒരാൾ ബിസിനസ് തള്ളിയേ പറ്റൂ. നമ്മളൊക്കെ എന്തെല്ലാം തള്ളുന്നത്. പിന്നെ അങ്ങനെ അപ്പം ഞാൻ ബിസിനസ്സിലുള്ള വളർച്ച. അപ്പൊ ഞാൻ പിന്തുണയാന്ന് പറയുമ്പോ എല്ലാരും ചോദിക്കും നിങ്ങൾ എങ്ങനെയാ പിന്തുണയെന്ന് പറയുമ്പോ എല്ലാരും പറയും അങ്ങനെയല്ല നിങ്ങൾ ഒപ്പം അല്ലേന്ന് ചോദിച്ചു എന്നോട് തർക്കിക്കാൻ വേണ്ടി വരും. അപ്പൊ ഞാൻ പറയും ഞാൻ ബോസാണ്, ബോസ് പുറകിലാ സീറ്റ്, ഞാൻ കൽപ്പിക്കും. ഞാൻ കൽപ്പിക്കും, കുറച്ചേ വർത്താനം പറയുള്ളൂ. പൊക്കോളൂ, നിർത്തു, അത്രേ പറയുള്ളൂ. ഞാൻ ബോസാന്ന് പറഞ്ഞു. നമ്മളാണ് ഡ്രൈവർ, ഡ്രൈവറോട് പുറകിന്ന് പറയുവാണല്ലോ. അതാണ് പ്രശ്നം. എന്ന് വിശ്വസിക്കുന്ന ആളാണോ? എന്തോ Both is always right. Both is always right. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ നമ്മളിവിടെ എല്ലാവരും പറഞ്ഞു കേട്ടപ്പോഴേ എനിക്ക് തോന്നിയ അനുഭവം, നമ്മുടെ ഭാര്യമാരും അല്ലെ ഭർത്താക്കന്മാരും നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് ജീവിതങ്ങൾ രണ്ട് കുടുംബങ്ങൾ ജീവിക്കുന്നവര് ഒന്നിച്ചു കൂടുമ്പോഴേ അവർക്ക് അവരുടേതായ നല്ല സ്വഭാവവും ചീത്ത സ്വഭാവം ഉണ്ടാവും. എനിക്കുണ്ട് എന്റേതായ മോശവും ചീത്ത. ആ രണ്ടിനെ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ഞങ്ങൾ ഒന്നിച്ച് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഒന്നിച്ചു പോകുന്നത്. അപ്പൊ ഞാൻ ഇവളെ കൂടി കഴിഞ്ഞപ്പോൾ ഇവൾക്കൊരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇവള് BEd പഠിച്ചത് എവിടെയാണ് സ്ഥലം? മാവേലിക്കരയിൽ ഒരു BEd കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അന്ന് ഇവര് 3 പേര് ഒന്നിച്ചൊരു റൂമിൽ കിടന്നവരാ 2 വർഷം. പക്ഷെ അന്ന് ഈ ഫോണുകളൊന്നും മൊബൈലൊന്നും ഇല്ല. അങ്ങനെ അവരുടെ കണക്ഷൻ വിട്ടുപോയി. അപ്പൊ ഇവള് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും എനിക്ക് ആ കൂട്ടുകാരി അവരുടെ കാര്യം എപ്പോഴും പറയും. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് നിനക്ക് അഡ്രസ്സ് അറിയാം? ഇല്ല. പണ്ടെന്നോ അവർ കല്യാണം കഴിഞ്ഞപ്പോ ഒരു ഇല്ലന്റ് ലെറ്ററോ ആ ഇല്ലന്റ് കണ്ടില്ല. അപ്പൊ ആകെപ്പാടെ ഇവർക്ക് ഓർമ്മയുള്ളത് ഏതോ ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, പേരൊക്കെ എന്നോട് പറഞ്ഞു, ആ ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു മെമ്പറായിട്ട് ഇതിലൊരു പെൺകുട്ടി കുറേ വർഷം മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു അറിവുണ്ട്. ഞാൻ പിന്നെ പുറകെ നടന്ന് ആ ബ്ലോക്ക് പഞ്ചായത്ത് വിളിച്ചു, അതിന്റെ പഴയ ഒരു മെമ്പറുടെ നമ്പർ എടുത്തു. അങ്ങനെ കുറെ ദിവസങ്ങൾ കൊണ്ട് തപ്പി ആ മെമ്പറെ കിട്ടി, കണ്ടുപിടിച്ചു. മൂന്നാമത്തെ ആളെ ആ രണ്ടാമത്തെ ആളെ കണ്ടുപിടിച്ചു. പെണ്ണുങ്ങളെ കണ്ടുപിടിക്കാനൊക്കെ നല്ല ഉത്സാഹം കാണൂല എല്ലാവർക്കും. ഞാൻ ചേട്ടയുടെ ലൈൻ കണ്ടുപിടിച്ചത്. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകും, അവർ നമ്മുടെ വീട്ടിൽ വരും. ഇപ്പൊ നല്ല ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സ്. എന്റെ മോളുടെ കല്യാണത്തിന് വന്ന്, അങ്ങനെ മോളുടെ കല്യാണത്തിന് വന്ന്, അങ്ങനെ അവരുടെ വീട്ടിലും എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ പോകും. കണ്ടില്ലെങ്കിൽ നമുക്ക് ബോറടിക്കാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.